അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 103-ാമത്തെ പേജാണ്. അപ്പോൾ 103-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേശികളും വ്യായാമവും അല്ലെങ്കിൽ മസിൽസ് ആൻഡ് എക്സസൈസ് എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ്. ഓക്കെ, 140-ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി? എന്താണ് മസിലുകളെ ശക്തിപ്പെടുത്തുന്നതും അവയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്? എക്സസൈസ് ഹെൽപ്പ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. എക്സസൈസ് ആണ് അവയുടെ മസിലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതും അവയുടെ പ്രവർത്തനശേഷി കൂട്ടുകയും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എക്സാമിൻ ദ ആക്ടിവിറ്റി ബുക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 4.5. പേജ് 102-ാമത്തെ പേജിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ മസിൽസ് ആൻഡ് എക്സസൈസ് എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അവസാനത്തെ രണ്ട് സെൻറ്റൻസ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. ടേബിൾ ഏതാണ്? ടേബിൾ 4.5. ഓക്കെ, പാർട്ട് ഓഫ് ദ ബോഡി, ബെനഫിറ്റ് ഓഫ് എക്സസൈസ്. അതായത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം ഭാഗങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ലെൻസ് ആണ്. ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്വാസകോശങ്ങൾ. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? ഹാൻഡ്സ് ആൻഡ് ലെഗ്, അതായത് കൈകളും കാലുകളും. പിന്നീട് തന്നിരിക്കുന്ന ഏതാണ്? പേശികളും അസ്ഥികളും അല്ലെങ്കിൽ മസിൽസ് ആൻഡ് ബോൺസ്. അതുപോലെ തന്നെ അവസാനമായിട്ട് തന്നിരിക്കുന്ന ഏതാണ്? ഹൃദയവും രക്തക്കൊഴലുകളും അല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പം ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ഓരോ അവയവത്തിനും കിട്ടുന്ന പ്രയോജനത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി ഭാഗം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഓരോ അവയവങ്ങളിലേക്ക് പോവുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ലെൻസ്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ലെൻസിനുള്ള ഗുണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ്, ഗ്യാസ് എക്സ്ചേഞ്ച് ബിക്കം എഫിഷ്യൻറ്റ്. അതായത് ലെൻസിൻ്റെ ആ വൈറ്റൽ കപ്പാസിറ്റിക്ക് എന്ത് സംഭവിക്കും? അത് കൂടുന്നു. അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് ബിക്കം എഫിഷ്യൻറ്റ്, ഗ്യാസിൻ്റെ ആ കൈമാറ്റ പ്രക്രിയ വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഒരാൾക്ക് പരമാവധി പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന അത്രയും ഗ്യാസിൻ്റെ എമൗണ്ടിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ശ്വാസകോശത്തിന് ഇത് കൂടിക്കഴിഞ്ഞാൽ പുറമേക്ക് തള്ളുവാനുള്ള കപ്പാസിറ്റി കൂടും. അതനുസരിച്ച് ഉള്ളിലേക്കും ഗ്യാസ് എടുക്കുവാനുള്ള കപ്പാസിറ്റി കിട്ടും. അത് വൈറ്റൽ കപ്പാസിറ്റി നല്ലതാണ്. അതുപോലെ തന്നെ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ബിക്കം എഫിഷ്യൻറ്റ്. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ നിന്നും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഗ്യാസുകളെ പുറന്തള്ളുകയും നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഗ്യാസിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, മെറ്റാബോളിക് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ നല്ലതായിത്തീരും. അടുത്തതായിട്ട് കൈകൾക്കും കാലുകൾക്കും, ഹാൻഡ് ആൻഡ് ലെഗ്, ഇവയ്ക്ക് എക്സസൈസ് ചെയ്താലുള്ള ഗുണം എന്താണ്? കൈകൾക്കും കാലുകൾക്കും എക്സസൈസ് ചെയ്താലുള്ള ഗുണം. ഹാൻഡ് ആൻഡ് ലെഗ്സ് എക്സസൈസസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. നമ്മളുടെ ശരീരത്തിൻ്റെ കോർഡിനേഷനും ശരീരത്തിൻ്റെ ബാലൻസിനും കൈകളുടെയും കാലുകളുടെയും എക്സസൈസ് വളരെ നല്ലതാണ്. റെഡ്യൂസ് ഇഞ്ചുറി, അതായത് ശരീരത്തിനുണ്ടാകുന്ന മുറിവുകളെ, ഹാനികരമായ കാര്യങ്ങൾ കുറവായിരിക്കും. ആൻഡ് ഇംപ്രൂവ് ഓവറോൾ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത്തും വളരെ കൂടുതലായിട്ട് വരും. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന മസിലിനെ കുറിച്ചാണ്. മസിലുകൾക്ക് എന്താണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം? മസിൽ എക്സസൈസ് ക്യാൻ പ്രൊട്ടക്ട് അവർ ജോയിൻറ്റ്സ് ഫ്രം ഇഞ്ചുറി. മസിലുകൾക്ക് എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജോയിൻറ്റുകളെ ഇഞ്ചുറിയിൽ നിന്നും, മുറിവുകളിൽ നിന്നും, അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് മെയിൻറ്റെയിനിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു? നമ്മളുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയും ബാലൻസും നൽകുന്നു. വിച്ച് ക്യാൻ ഹെൽപ്പ് അസ് റിമെയിൻ ഇൻഡിപെൻഡൻറ്റ് ആസ് വി ഗ്രോ ഇൻ ഏജ്. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെ വളർച്ച? നമ്മൾ പ്രായം കൂടി വരുന്തോറും നമുക്ക് സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായ ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഈ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയൊക്കെ നടക്കാനായിട്ട് പോകും. അപ്പം നമ്മൾ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ കൂടുതൽ ആരോഗ്യത്തോടു കൂടെ നടക്കുവാനുമായിട്ട് സാധിക്കും. അതുകൊണ്ട് എക്സസൈസ് ആരും മുടക്കരുത് എന്നാണ് പറയുന്നത്. ഇനി എക്സസൈസ് ബോണിന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസ്ഥികൾക്ക് എന്താണ് ഗുണമുള്ളത്? ഈ വെൻ വി എക്സസൈസ് റെഗുലർലി അവർ ബോൺ അഡാപ്റ്റ്സ്
ബൈ ബിൽഡിംഗ് മോർ ബോൺ ആൻഡ് ബിക്കമിങ് ഡെൻസർ ആൻഡ് ഗീവ് ഗുഡ് ഹെൽത്ത്. നമ്മൾ തുടർച്ചയായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ അസ്ഥികൾ കൂടുതലായിട്ട് ഈ പറയുന്ന കാൽസ്യത്തെയും ലവണങ്ങളെയും ഫോസ്ഫറസിനെയും എല്ലാം അഡാപ്റ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ അകത്തുള്ള ആ ബോണുകൾക്ക് കൂടുതൽ ശക്തി കിട്ടുകയും കാഠിന്യം കിട്ടുകയും ചെയ്യും. അത് നമ്മളുടെ നല്ല ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് ഹാർട്ട്. ഹൃദയത്തിന് എന്താണ് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഗുണം എന്താണ്? എക്സസൈസ് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ, അതായത് നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ആൻഡ് പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? ട്രൈഗ്ലിസറൈഡ്സ്, അതായത് ഒരു തരം ഫാറ്റാണ് ബ്ലഡിനുണ്ടാകുന്നത്. ആ ഫാറ്റിൻ്റെ ഇതിനെയും എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അതായത് ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഗതിയും എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. എക്സസൈസ് ഹെൽപ്സ് ഇൻ റേസിംഗ് HDL. ഓക്കെ, അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യുന്നത്? കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്നു. എക്സസൈസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബ്സിറ്റി, അതായത് നമ്മൾക്ക് ഭാരം ശരീരത്തിൻ്റെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചുള്ള പ്രായത്തേക്കാൾ കൂടുതലായിട്ടുള്ള വെയിറ്റ് വരികയാണെങ്കിലും അതുപോലെ തന്നെ വണ്ണം വെച്ച് വരികയാണെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ എക്സസൈസ് എന്ത് ചെയ്യുന്നു? എക്സസൈസ് കുറയ്ക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലഡ് വെസലുകൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? എക്സസൈസ് ഹെൽപ്സ് ടു ഡെലിവർ മോർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി ടു കീപ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഹെൽത്തി. അതായത് നമ്മൾ തുടർച്ചയായി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ്, കാരണം അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ലെൻസിനെ സഹായിക്കുന്നു, അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നന്നാവുമായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് വരുമ്പോൾ മോർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാകുന്നു. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നു. അത് നമ്മളുടെ ബോഡി ശരീരത്തെ കൂടുതൽ ആരോഗ്യവത്താക്കുന്നു. എക്സസൈസ് ഇംപ്രൂവ്സ് മെറ്റാബോളിസം, അതുപോലെ തന്നെ ജീവൽ പ്രക്രിയകളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. വിച്ച് ഹെൽപ്പ് കൺട്രോൾ ഗ്ലൂക്കോസ്, അതെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഫാറ്റിനെ ബേൺ ചെയ്യാൻ പറ്റുന്നു. മെയിൻറ്റെയിൻ ബോഡി വെയ്റ്റിനെ ഡിക്രീസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ രണ്ട് വാക്കുകൾ പഠിച്ചായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് ആദ്യമേ തന്നെ ലെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചായിരുന്നു. അപ്പോൾ 142ാമത്തെ ചോദ്യം, വാട്ട് ഈസ് വൈറ്റൽ കപ്പാസിറ്റി? ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സൈൽ ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ ഡീപ്പ് ഇൻഹലേഷൻ ഈസ് കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. അതായത് നമ്മൾ ദീർഘമായിട്ടൊരു ശ്വാസം എടുത്തിട്ട് എത്രമാത്രം എയർ പുറത്തേക്ക് നമുക്ക് തള്ളുവാൻ സാധിക്കുന്നുണ്ടോ ആ കപ്പാസിറ്റി, ആ എയറിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സൈൽഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ ഡീപ്പ് ഇൻഹലേഷൻ ഈസ് കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ആഫ്റ്റർ ഡീപ്പ് ഇൻഹലേഷൻ, അതായത് നമ്മൾ എത്രമാത്രം പുറത്തേക്ക് തള്ളുന്നു അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ദിസ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത്. അതാണ് എത്രമാത്രം എയർ നമുക്കങ്ങനെ പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുന്നുവോ അതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുവാനായിട്ട്, അകത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് പേഴ്സൺസ് റെസിപ്പിറ്ററി ഹെൽത്ത്. അതായത് എത്രമാത്രം ഒരാൾക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ റെസിപ്പിറ്ററി, അതായത് ശ്വസിക്കുവാനുള്ള ആ ആരോഗ്യത്തിൻ്റെ കഴിവിനെ കണ്ടെത്തുന്നത്. ഇനി 143ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ? എന്താണ് ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് മെൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 4.5 ലിറ്റേഴ്സ്. അതായത് ഒരു പുരുഷൻ്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.5 ലിറ്ററാണ്. ആൻഡ് എ വുമൺ ഈസ് 3 ലിറ്റേഴ്സ്. ഒരു സ്ത്രീയുടേത് എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 144ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ദ റിഡക്ഷൻ ഓഫ് വൈറ്റൽ കപ്പാസിറ്റി? എന്താണ് നമുക്ക് സൂചകമായിട്ട് തരുന്നത് ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു എന്നതിന്? റിഡക്ഷൻ എന്ന് വെച്ചാൽ കുറയുക, വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡിക്കേഷൻ, സൂചകം. അപ്പോൾ ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റിയുടെ കുറവിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ ദ വൈറ്റൽ കപ്പാസിറ്റി മേ ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ പൾമണറി ഡിസീസസ്. അതായത് ഒരാൾക്ക് അത്രയും ശ്വാസം എടുക്കുവാനും പുറന്തള്ളുവാനുമുള്ള ആ കഴിവിൻ്റെ കുറവ് ഒരാളുടെ പൾമണറി ഡിസീസ്, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള ആരംഭത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഒരാളെ അറിയിക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും ഇത് എന്നാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക് പോകാം.